ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം പ്രത്യാശയുടെയും വലിയ പ്രതീക്ഷയുടെയുമായൊരു സന്ദേശമാണ്. ആട്ടിടയന്മാർ ആടുകൾക്ക് കാവൽ നിൽക്കുന്ന സമയത്ത് മാലാഖമാർ വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആഗമന കാലഘട്ടം നമുക്ക് നൽകുന്നത് രക്ഷയുടെ വലിയൊരു സന്ദേശമാണ്. യുവജനങ്ങളുടെ ഇടയിലുള്ള ശുശ്രൂഷയിൽ ഒത്തിരി വഴിതെറ്റിപ്പോയ മക്കൾ, അക്രമത്തിൻ്റെ ഗുണ്ടായസിൻ്റെ പിന്നിൽപ്പെട്ടു പോയ മക്കൾ, ആ മക്കളുമായിട്ട് ഇടപെടുമ്പോൾ ഒരിക്കൽ ഒരു യുവാവുമായിട്ട് സംസാരിക്കാനിടയായി. അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശയില്ലാത്ത ഒത്തിരി അനുഭവങ്ങൾ അവൻ പങ്കുവച്ചപ്പോൾ പാപത്തിൽ വീണു പോയ, തകർന്നു പോയ പല പല കേസുകൾ, ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ല, വഴിമുട്ടി നിൽക്കുന്ന അനുഭവങ്ങളോടുമായിട്ട് ഇവൻ സംസാരിക്കുമ്പോൾ ഞാൻ ആ മകനോട് പറഞ്ഞു, കർത്താവ് നമുക്ക് നൽകുന്നത് രക്ഷയുടെ സദ്വാർത്തയാണ്. അവൻ നമ്മുടെ ജനത്തെ അവൻ്റെ സകല പാപത്തിൽ നിന്നും മോചിപ്പിക്കും എന്നുള്ള ആ വലിയ സന്ദേശം ആ മകന് പറഞ്ഞു കൊടുത്തപ്പോൾ കർത്താവ് പാപങ്ങൾ ഏറ്റെടുക്കുന്നു, അവിടുന്ന് നമുക്ക് രക്ഷ നൽകുന്നു, അവിടുന്ന് നമുക്ക് വിടുതൽ നൽകുന്നു, ജീവൻ നൽകുന്നു എന്നുള്ള ആ വലിയ സന്ദേശം അവന് ലഭിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ വലിയ സമാധാനത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് അവൻ കടന്നു വരികയാണ്. ഈ ലോകത്തിൽ മനുഷ്യനിൽ ലഭിക്കേണ്ട വലിയ ഒരു സമാധാനമാണ്, സന്തോഷമാണ് അവൻ്റെ പാപത്തിൽ നിന്ന്, അവൻ്റെ ജീവിതത്തിലെ അടിമത്തത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന മോചനം. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് അവൻ തൻ്റെ ജനത്തെ സകല പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു സദ്വാർത്ത സ്വന്തമാക്കി എടുക്കുവാൻ സാധിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നു, സമാധാനം ലഭിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ മകൻ അതിനുശേഷം അവൻ ഈശോയിലേക്ക് അടുക്കുന്നു, ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു, ഈശോ ആരെന്ന് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് പാപത്തെ വിട്ടുപേക്ഷിക്കുന്നു, അവൻ കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിയുന്നു. വലിയ സന്തോഷം, വലിയ സമാധാനം, വലിയ സംതൃപ്തി അവൻ അനുഭവിക്കുകയും ഈശോ നൽകുന്ന ആ രക്ഷ അവൻ സ്വന്തമാക്കിയെടുക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ ആഗമന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഈ രക്ഷാകരമായ പദ്ധതിയിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ സ്നേഹത്തോടെ മാടി വിളിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രമുള്ളൂ, ഈശോയെ നമ്മൾ അറിയുക. സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയായ ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി, അവൻ തൻ്റെ ജനത്തെ സകല പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ സ്വീകരിക്കത്തക്ക വിധം നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ, ദൈവത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ, ദൈവകരുണയിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ യഥാർത്ഥമായ രക്ഷ, യഥാർത്ഥമായ സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ ആഗമന കാലഘട്ടത്തിലുമായിരിക്കുമ്പോൾ വലിയ സ്നേഹത്തോടെ, വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, നമ്മുടെ അവസ്ഥ എന്തുമാകട്ടെ, ഈ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന, നമ്മെ മോചിപ്പിക്കുന്ന കർത്താവിൻ്റെ കരുണ സ്വന്തമാക്കി എടുക്കുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനും ഈ സദ്വാർത്ത സ്വന്തമാക്കിയെടുക്കുവാനും, ക്രിസ്മസ് ആ രക്ഷ സ്വന്തമാക്കിയെടുക്കുന്ന വലിയ അനുഭവമാക്കി തീർക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ കൃപയും അഭിഷേകവും നൽകി നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.